വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു എസ്റ്റേ ലോഡറിൻ്റെ ഡബിൾ വെയർ ഫൗണ്ടേഷൻ ആണ് കേട്ടോ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് നമുക്ക് ഡെയിലി വെയറിന് യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ അല്ല, നമ്മൾ പൊതുവേ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലും പോവുകയാണെങ്കിൽ യൂസ് ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. ബിക്കോസ് ഇത് കുറച്ചൊരു ഹൈ എൻഡ് സൈഡിലാണ് കേട്ടോ ഇത് വരുന്നത്. ഇതിൻ്റെ റേറ്റ് 30 ml 4300 അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാനാണെങ്കിൽ 15 ml മേടിച്ചാൽ മതി, 2250 ആണ് കേട്ടോ റേറ്റ്. ഇതിൽ എൻ്റെ ഷെയ്ഡ് 2W1 ഡോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. 2W1 ഡോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് അത്യാവശ്യം നല്ല ഫൗണ്ടേഷനാണ്. നിങ്ങൾക്കിത് ബിൽഡ് ചെയ്തൊരു മീഡിയം ടു ഹൈ കവറേജ് ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യാം. ഡെയിലി വെയറിനാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബട്ട് ഞാൻ ഇത്രയും ഹൈ എൻഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ പൊതുവെ ഡെയിലി അങ്ങനെ യൂസ് ചെയ്യാറില്ല. മേ ബി വൺസ് ഇൻ എ വൈൽ ചിലപ്പോൾ യൂസ് ചെയ്തെന്ന് വരും. അല്ലാതെ ഡെയിലി ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ആളല്ല ഞാൻ. ആൻഡ് ഓൾസോ ഇത് നല്ലൊരു ഗ്ലോ കിട്ടുന്ന ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനാണ്. ഇപ്പോൾ എല്ലാവരും ഐ തിങ്ക് എല്ലാവർക്കും ആഗ്രഹം എന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്ലോയി ആയിട്ടിരിക്കണം. നമ്മുടെ മേക്കപ്പ് കഴിയുമ്പോൾ നല്ല ഗ്ലോയി ആയിട്ടിരിക്കണം. സോ അതിന് പറ്റിയൊരു ഫൗണ്ടേഷനാണ് ഈ ഒരു എസ്റ്റേ ലോഡറിൻ്റെ ഫൗണ്ടേഷൻ. ഇത് ഒരുപാട് വൈറലായിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. ഞാനിത് മേടിച്ചിട്ട് തന്നെ ഓൾമോസ്റ്റ് ഐ തിങ്ക് 1 ഇയറിന് മുകളിലായി എന്ന് തോന്നുന്നു. 1 ഇയറിന് മുകളിലായി. ആൻഡ് ഇറ്റ് വർക്ക്സ് ലൈക്ക് മാജിക്. നല്ല ഫൗണ്ടേഷനാണ്. ബട്ട് അഗൈൻ നിങ്ങളിത് യൂസ് ചെയ്യുന്ന രീതി ഓൾസോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എനിക്കിപ്പോൾ ഈ ഫൗണ്ടേഷൻ ഞാൻ ഇവിടെ ഇപ്പോൾ കുറച്ച് ഡോട്ട് ഇട്ടു, എന്നിട്ട് ഞാൻ ഇപ്പുറത്തും ഡോട്ട് ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ എനിക്ക് ആ സമയം കൊണ്ട് ഇവിടുത്തെ ഡ്രൈ ആയിപ്പോവും. സോ ഫോർ മീ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ലിറ്റിൽ ബിറ്റ് ഡ്രൈ. ദോ ഒരു ഗ്ലോയി ലുക്ക് തരുമെങ്കിൽ പോലും ഇതിന് കുറച്ചൊരു ഡ്രൈനെസ് ഉണ്ട്. നമ്മളിങ്ങനെ ഇട്ടിട്ട് അപ്പം തന്നെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നോ പ്രോബ്ലം. പക്ഷെ നമ്മൾ ഇട്ടിട്ട് ഇപ്പുറത്തും ഇട്ട് ഫുൾ ഫേസ് ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ചൊരു പ്രോബ്ലമാണ്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഓൾറെഡി ഞാൻ കണ്ടോ ഇവിടെ ഇട്ടു കുറച്ച് നേരമായേ. ഇപ്പം നിങ്ങൾ കണ്ടോ, ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ലോങ് ലാസ്റ്റിംഗ് ഓൾസോ. ഇപ്പം നിങ്ങളിത് കണ്ടോ, ഇത് നമുക്ക് പാടാണ്, ഇങ്ങനെ പൊരിയായിട്ട് ഇളകി വരികയാണ്. കാരണം അത്രത്തോളം അത് ആ സ്കിന്നിനകത്ത് പിടിച്ചു പോയി. കൺസിസ്റ്റൻസി ഞാൻ കാണിക്കാം. അയ്യോ ഒരുപാടൊന്നും വീഴല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. സി ഒത്തിരി എന്താ പറയുക ഫ്ലോയി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയോ അല്ല, എന്നാൽ ഒത്തിരി എന്താ പറയുക ലിക്വിഡി ആയിട്ട് ഒത്തിരി ഡ്രൈ ആയിട്ട് ഇങ്ങനെ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി അല്ല. എന്തൊക്കെ പറഞ്ഞു, തിക്ക് ഓർ തിൻ രണ്ടിൻ്റെ ഇടയിലൊരു കൺസിസ്റ്റൻസിയാണ്. പക്ഷെ ആസ് യു ക്യാൻ സി എത്ര പെട്ടെന്നാണ് ആ ബ്രൈറ്റനിങ് നിങ്ങൾ കണ്ടായിരുന്നോ. ഭയങ്കര ഫാസ്റ്റായിട്ടാണ് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റനിങ്ങും ആക്കും. ആൻഡ് ഓൾസോ ഇറ്റ് ഒരു ഗ്ലോയി ഫീലും തരും. സോ ഫൗണ്ടേഷൻ അടിപൊളിയാണ്. അതിൻ്റെ ഫിനിഷിങ് നല്ല അടിപൊളിയാണ്. ഈവൻ ഇഫ് യു ഡോണ്ട് വെയർ ലൈക്ക് എ കോമ്പാക്ട് ഓർ സംതിങ് സ്റ്റിൽ നല്ലൊരു ഫിനിഷിങ് കിട്ടും. ബട്ട് ആസ് ഐ ടോൾഡ് യു, നിങ്ങൾ ഒരിടത്ത് ഇട്ടതിന് ശേഷം അത് ഡ്രൈ ആവും മുന്നേ അതിനെ ബ്ലെൻഡ് ചെയ്യാൻ. ആൻഡ് അപ്പം ഞാൻ ഓൾസോ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളൊരു സ്പഞ്ച് യൂസ് ചെയ്ത് തന്നെ ബ്ലെൻഡ് ചെയ്യണം. ഞാനിപ്പോൾ കുറച്ച് മുമ്പ് ഇത് ബ്ലെൻഡ് ചെയ്തു, അതാണ് അവിടെ ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു സ്പഞ്ച്, വെറ്റ് സ്പഞ്ച്, ഡാമ്പ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടി സ്പഞ്ച് യൂസ് ചെയ്തിട്ട് വേണം ബ്ലെൻഡ് ചെയ്യാൻ. മേ ബി ബ്രഷ് വെച്ചും വർക്ക് ചെയ്യുമായിരിക്കും. ബട്ട് ഫോർ മീ ഇറ്റ് worked better with the sponges and also wet sponge. അത് മറക്കല്ലേ, ഡാമ്പ് ആയിട്ടുള്ള ബ്യൂട്ടി സ്പഞ്ച് യൂസ് ചെയ്തിട്ട് തന്നെ വേണം ഇത് ബ്ലെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ഫിനിഷിങ് കിട്ടും. പ്രോഡക്റ്റ് ഒരുപാട് ഇങ്ങനെ ഒരു സ്ഥലത്തായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് പാച്ചി ആയിട്ട് ഇരിക്കത്തില്ല. എക്സസീവ് പ്രോഡക്റ്റ് ഫേസിൽ കാണില്ല. അതുകൊണ്ടാണ് മെയിൻലി നമ്മൾ സ്പഞ്ച് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് എക്സസീവ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ അവിടെ ഇവിടെ ഇരിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. വൺസ് നിങ്ങൾ എല്ലാം ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഈ സ്പഞ്ചിൻ്റെ ഈ ഒരു റൗണ്ട് പോർഷനില്ലേ അത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും എക്സസ് പ്രോഡക്റ്റ് നിങ്ങളുടെ ഫേസിലുണ്ടെങ്കിൽ അത് ഈ സ്പഞ്ച് വലിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു ബ്യൂട്ടി സ്പഞ്ച് യൂസ് ചെയ്തിട്ട് അത് ബ്ലെൻഡ് ചെയ്യുക. സോ ദാറ്റ് ഇറ്റ് ഗിവ്സ് ദാറ്റ് നല്ലൊരു ലുക്ക്, ഗ്ലോയി ഫിനിഷ് കിട്ടണമെങ്കിൽ നിങ്ങളത് ചെയ്യുക. പിന്നെ എസ്പെഷ്യലി ശ്രദ്ധിക്കേണ്ടത്, ഈ ഫൗണ്ടേഷൻ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ ബേസ് കുറച്ചും കൂടെ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്ട്സ് വെച്ചിട്ട് വേണം ബേസ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ പ്രൈമർ ഇടാണെന്ന് വെച്ചോ. പ്രൈമർ എന്ന് പറയുമ്പോൾ നമുക്ക് സിലിക്കോൺ ബേസ്ഡ് പ്രൈമർ ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുന്നത് പോർ മിനിമൈസിങ് പ്രൈമറോ, അങ്ങനെ പല ടൈപ്പ് ഓഫ് പ്രൈമർ ഉണ്ട്. ചില പ്രൈമർ എന്ന് പറയുമ്പോൾ എന്താ പറയുക ഗ്രിപ്പിംഗ് ആണ്. കുറച്ച് ഗ്രിപ്പിംഗ് പ്രൈമർ എന്ന് പറയുമ്പോൾ കുറച്ച് സ്റ്റിക്കി ആയിട്ടിരിക്കും. ഫോർ എക്സാമ്പിൾ എൽഫിൻ്റെ പ്രൈമർ ഒരു ബ്ലൂ കളർ ഞാൻ ഇവിടെ കൊടുക്കാം.
അത് ഗ്രിപ്പിംഗ് പ്രൈമറാണ്. അതേ സെയിം തന്നെ അത്രയും ഹൈ എൻഡ് വേണമെങ്കിൽ മാൾസിൻ്റെ ഗ്രിപ്പിംഗ് പ്രൈമർ കിട്ടും. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസിൽ ഇടുമ്പോൾ ഒരു സ്റ്റിക്കിനെസ് ഇങ്ങനെ ഫീൽ ചെയ്യും. അത് നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൈമറാണ്. അപ്പോൾ അങ്ങനത്തെ പ്രോഡക്ട്സ് ഇതിൻ്റെ ബേസായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നിങ്ങൾക്ക് റിസൾട്ട് നന്നായിട്ട് കിട്ടുക. നിങ്ങൾക്കൊരു നാച്ചുറൽ ലുക്കായിട്ട് തോന്നണമെങ്കിൽ അങ്ങനത്തെ പ്രോഡക്ട്സ് യൂസ് ചെയ്യാം. ഡോണ്ട് യൂസ് സംതിങ് ദാറ്റ് മേക്സ് യുവർ സ്കിൻ വെരി മാറ്റ്. അതായത് ഇപ്പോൾ നമുക്ക് സിലിക്കോൺ ബേസ്ഡ് പ്രൈമർ എന്ന് പറയുമ്പോൾ ചില പ്രൈമർ ഉണ്ട് നമ്മൾ പോർ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ബ്ലർ ഔട്ട് ആവുന്ന ടൈപ്പ്. അത് കുറച്ചും കൂടെ ഡ്രൈയിങ് ആണ്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞിട്ട് ഇതിടുമ്പം കുറച്ച് ഡ്രൈ ആയി ചിലവരുടെ സ്കിന്നിലായിട്ട് ഇങ്ങനെ ഫ്ലേക്കി ആയിട്ട് ഇങ്ങനെ സ്കിൻ അല്ലെങ്കിൽ ഇതിൻ്റെ പാർട്ടിക്കിൾസ് ഇങ്ങനെ ഇളകി വരാൻ ചാൻസ് ഉണ്ട്. സോ ഓൾവേസ് മേക്ക് ഷുവർ നിങ്ങളുടെ സ്കിന്നിൻ്റെ ബേസ്, മേക്കപ്പിൻ്റെ ബേസ് ആ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ്, നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, പിന്നെ ഹൈഡ്രേറ്റിംഗ് പ്രൈമർ യൂസ് ചെയ്യുക. ആൻഡ് ദെൻ നിങ്ങൾ ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് അടിപൊളിയായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഇതിൻ്റെ റിവ്യൂ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രോഡക്ട്സിൻ്റെ റിവ്യൂ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഞാൻ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്തിട്ട് റിവ്യൂ ഇടുന്നതായിരിക്കും. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം ഈ ഒരു ഫൗണ്ടേഷൻ്റെ. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ഹൈ എൻഡ് ഫൗണ്ടേഷൻ. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കോണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ അടിയിൽ കമൻറ്റ് ചെയ്യുക. So until the next video, bye bye.